വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നടൻ രമേശ് വലിയശാലയുടെ മരണത്തിന് പിന്നാലെ പല വാർത്തകളും മലയാളികൾ കേട്ടിരുന്നു. സന്തോഷവാനായി കാണപ്പെട്ട രമേശ് വലിയശാല മാനസിക സമ്മർദ്ദങ്ങളുടെ പേരിൽ ജീവനൊടുക്കിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. ആദ്യ ഭാര്യ മരിച്ചതോടെയാണ് ഒരു മുതിർന്ന മകളുള്ള കാട്ടാക്കടയിലെ മിനിയെ രമേശ് വിവാഹം ചെയ്തത്. എന്നാൽ ഈ ബന്ധം പരാജയമായിരുന്നു എന്ന വാർത്തകളാണ് അദ്ദേഹത്തിന്റെ മരണശേഷം എത്തിയത്. ഭാര്യ മിനിയുമായുള്ള പ്രശ്നങ്ങൾ രമേശ് അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നു. രമേശ് ജീവനൊടുക്കിയ മേട്ടുക്കടയിലെ വീട് നേരത്തെ തന്നെ മകന് എഴുതി വെച്ചതാണ്. എന്നാൽ മകനെ കുടിയിറക്കാനും അവിടെ അവകാശമുറപ്പിക്കാനും മിനി അടവിറക്കിയെങ്കിലും എല്ലാം പൊളിഞ്ഞിരുന്നു. ഇപ്പോഴിതാ മിനിയും മകളും സ്വയം ആ വീട് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ പോകും മുമ്പ് ഇവർ ചെയ്ത കാര്യങ്ങളാണ് ആരെയും ഞെട്ടിക്കുന്നത്. 1 വർഷം മുമ്പ് തന്നെ വീട് ഗോകുലിന്റെ പേരിലേക്ക് രമേശ് മാറ്റിയിരുന്നു. എന്നാൽ വീട് വേണമെന്നാവശ്യപ്പെട്ട് ഭാര്യ പോലീസ് സ്റ്റേഷനിലെത്തി. ഇതോടെ പോലീസ് മകനെയും വിളിപ്പിച്ച് മധ്യസ്ഥ ചർച്ച നടത്തി. പട്ടയവും പ്രമാണവും ഗോകുലിന്റെ പേരിലാണ്. മിനിക്ക് അവകാശമൊന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെയാണ് ഭാര്യ മിനി അടങ്ങിയതും വീട് മാറാൻ തയ്യാറായതും. രമേശ് വലിയശാലയുടെ 16 ചടങ്ങ് 2 ദിവസം മുമ്പായിരുന്നു. ചടങ്ങിന് ശേഷമാണ് വീടൊഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരായ മിനി വീട്ടിൽ നിന്നും മാറുകയാണെന്നും അവിടെ നിന്നും അവരുടെ സാധനങ്ങൾ മാറ്റാൻ പോലീസ് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് മകനെയും ബന്ധുക്കളെയും വിളിച്ചുവരുത്തി. തങ്ങൾ തടസ്സമൊന്നും ഉണ്ടാക്കില്ലെന്നും എന്നാൽ മറ്റാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ലാതെ സ്വമേധയാ ഒഴിയുകയാണ് എന്ന് എഴുതി നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ മിനിയും മകളും അതിന് തയ്യാറായില്ല. സ്വന്തം സാധനങ്ങൾക്കൊപ്പം വീട്ടിലെ പാത്രങ്ങൾ അടക്കമുള്ള സാധനങ്ങളും മിനി കൊണ്ടുപോവുകയായിരുന്നു. ചെടികളും എടുത്തു. സ്വർണവും മറ്റും അവരുടേതെന്നാണ് അവർ പറയുന്നത്. വലിയശാല രമേശിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല പോലീസ് കൈമാറിയത് മകനാണ്. ഇതിനൊപ്പം അച്ഛന്റെ മോതിരവും കയ്യിൽ അണിയാറുണ്ടായിരുന്ന വളയും തന്റെ അമ്മയുടെ സ്വർണ്ണ കൊലുസും വേണമെന്ന് ഗോകുൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മിനിയുടെ ആദ്യ ഭർത്താവിന്റെ മകളുടെ കാലിലുള്ള കൊലുസടക്കം ഒന്നും മിനി കൊടുത്തില്ല. വളയും മോതിരവും അടക്കം അവർ കൊണ്ടുപോയി. കൂടുതൽ തർക്കത്തിന് മകൻ ഗോകുലും നിന്നില്ല. പോലീസ് സ്റ്റേഷനിലെത്തി എഴുതി വെച്ചായിരുന്നു സാധനം മാറ്റൽ. ഇന്നലെ രാത്രിയാണ് രണ്ടാം ഭാര്യ വീടൊഴിഞ്ഞത്. അതേസമയം രമേശിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത ഇനിയും മാറിയിട്ടില്ല. മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുമ്പോഴും അതെന്താണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണ സാധ്യതയാണുള്ളത്. റിപ്പോർട്ട് ഉടൻ തയ്യാറാകും. ഈ സാഹചര്യത്തിൽ സാധാരണ ആത്മഹത്യയാക്കി കേസ് എഴുതി തള്ളിയേക്കും. ആത്മഹത്യാ പ്രേരണയ്ക്ക് തെളിവ് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇത്. എന്നാൽ ഇപ്പോഴും രമേശ് വലിയശാലയുടെ മരണത്തിന്റെ കാരണമറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. എപ്പോഴും സന്തോഷവാനായിരുന്ന രമേശ് എന്തിനിത് ചെയ്തു എന്നാണ് സീരിയൽ രംഗത്തെ സഹപ്രവർത്തകർ ചോദിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.